ഒരു കാര്യം ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സിറ്റുവേഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഒരു 2 മാസം 3 മാസം നിങ്ങൾ കോഴ്സ് പഠിച്ചുകൊണ്ട് ഒരു ട്രേഡർ ആകാനായിട്ട് പോകുന്നില്ല. ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകണമെന്നുണ്ടെങ്കിൽ മിനിമം 3 to 5 years വേണം. കാരണം മാർക്കറ്റ് ഒരു രീതിയിലല്ല മൂവ് ചെയ്യുന്നത്. ഇവന്റ് ബേസ്, ന്യൂസ് ബേസ് ആണ് ഇപ്പൊ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് കൂൾ ഡൗൺ ആയിക്കോട്ടെ. വളരെ ബേസിക് ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഒരു സീരീസ് നമ്മൾ ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. എനിക്ക് നാളെ മാർക്കറ്റ് ഈ ഒരു certain ലെവലിൽ മുകളിൽ വരികയാണെങ്കിൽ ട്രേഡ് ഉള്ളൂ, അല്ലാത്ത പക്ഷം എനിക്ക് ട്രേഡ് ഇല്ല. ഇതാണ് എന്റെ വ്യൂ. വെൽക്കം ബാക്ക് ടു അവർ പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ്. കുറെ ദിവസമായി എനിക്ക് ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസിലെ ലൈവിലെ എല്ലാം ഇങ്ങനെ. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊരു പുതിയ യൂട്യൂബ് ചാനലാണ്. നിങ്ങൾ ഇതെന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ചാൻസ് ഇല്ല. കാരണം ഇന്ന് ഞാൻ ഈ പ്രീ ആൻഡ് പോസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത് 5 മണിക്കാണ്. ഈ ചാനൽ ഇപ്പം 5 മണിക്ക് തന്നെ ഇപ്പം എന്റെ ടീം അവിടെ ഇരുന്ന് ചാനൽ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമാണ്. സോ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മളുടെ ഇനി മുതലുള്ള എല്ലാ ലൈവ് സെഷൻസും എല്ലാ പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസും ഈ ഒരു യൂട്യൂബ് ചാനലിലായിരിക്കും വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ട്രേഡ് മാക്സിന്റെ യൂട്യൂബ് ചാനൽ എന്ത് ചെയ്യും, അതിലെന്താണ് ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ദിസ് ഈസ് മീ ആരണിയ, യുവർ കോച്ച്, യുവർ മെന്റർ, യുവർ ട്രെയിനർ ഇൻ ട്രേഡിംഗ്. നമ്മുടെ ആ ഒരു യൂട്യൂബ് ചാനൽ നമ്മൾ കുറച്ച് സീരീസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. വളരെ ബേസിക് ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഒരു സീരീസ് നമ്മൾ ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. എല്ലാം വളരെ ബേസിക്കിൽ നിന്ന് എല്ലാവർക്കും സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അവിടെ നിന്ന് തന്നെ. അപ്പൊ നമുക്ക് നേരെ നോക്കിയാലോ എങ്ങനെയാണ് മാർക്കറ്റ് ഇന്നുള്ളത് എന്നുള്ളത്. അപ്പൊ നമ്മള് നോക്കുമ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്കറിയാം ഇന്ത്യൻ മാർക്കറ്റിൽ എന്ന് ഞാൻ എടുത്തു പറയുന്നില്ല, ഇന്ത്യയിൽ കുറെ പ്രഷർ വന്നുകൊണ്ടിരിക്കുകയാണ്. എക്സ്റ്റേണൽ പ്രഷർ, ട്രംപിന്റെ പ്രഷർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈവൻ ലാസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേക്ക് റഷ്യ USA ഡീൽ ഇല്ലെങ്കിൽ ഒരു ചർച്ചയിൽ വന്ന് അവർ പറയുന്ന പോലെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ മേലുള്ള ടാക്സ് കൂട്ടുമെന്ന് വരെയാണ് പറയുന്നത്. അങ്ങനെ വരെ ഭീഷണി മുഴുക്കിയിരിക്കുകയായിരുന്നു നമ്മളുടെ സ്വന്തം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അല്ലെ. ഇപ്പൊ ആദ്യമേ ഒക്കെ അതിനൊരു എഫക്റ്റ് ഉണ്ടായിരുന്നു അല്ലെ. താരിഫ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇന്ത്യൻ മാർക്കറ്റ് വീഴുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇമ്പോസ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പം ആർക്കും അതിനെപ്പറ്റി വലിയ ഒരു ഒട്ടും തന്നെ വറീഡ് ആകുന്നില്ല. അപ്പൊ ഇന്ത്യൻ മാർക്കറ്റ് തിരിച്ച് നല്ല രീതിയിൽ കയറി പോകുന്നു. ഞാൻ ലിറ്ററലി, നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ ലൈവ് കാണുന്ന എല്ലാവരും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിൽ. അപ്പൊ നിങ്ങളിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇന്ത്യൻ മാർക്കറ്റിൽ എസ്പെഷ്യലി നമ്മൾ നോക്കുകയാണെങ്കിൽ 24,500 ഞാൻ പറയുന്നുണ്ടായിരുന്നു എന്റെ മേജർ ലെവലാ. അതിന് താഴെ പോവാണെങ്കിൽ ഞാൻ ബെയറിഷ് ആകും എന്നുള്ളത്. നേരെ താഴോട്ട് പോയിട്ട് നേരെ തിരിച്ചും കയറി. ഒരു കാര്യം ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സിറ്റുവേഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. നിങ്ങൾ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ റിസ്ക് കുറച്ചുകൊണ്ട് തന്നെ ചെയ്യുക, കൂട്ടിയൊന്നും ചെയ്യരുത്. വളരെ മിനിമൽ ആയിട്ട് അതിൽ മാത്രമായിരിക്കും ട്രേഡ് ചെയ്യേണ്ടത്. കൂടുതൽ റിസ്ക് എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ഇങ്ങനെ മുഴുകി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം വളരെ മിനിമൽ ആയിട്ട് സമാധാനത്തിൽ നിങ്ങൾ ഇരുന്ന് ട്രേഡ് ചെയ്യുക. മാർക്കറ്റ് ഒന്ന് സ്റ്റേബിൾ ആകട്ടെ. കാരണം മാർക്കറ്റ് ഒരു രീതിയിലല്ല മൂവ് ചെയ്യുന്നത്. ഇവന്റ് ബേസ്, ന്യൂസ് ബേസ് ആണ് ഇപ്പൊ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് കൂൾ ഡൗൺ ആയിക്കോട്ടെ. എന്നിട്ട് നമ്മളെ പോലുള്ള റീറ്റെയിലേഴ്സിനുള്ള സമയമാകുമെന്ന് വെയിറ്റ് ചെയ്യാം. നമുക്കല്ല എന്നൊരു സമയം ഉണ്ടെങ്കിൽ നമ്മളൊന്ന് മാറി നിൽക്കുന്നത് എന്തുകൊണ്ടും എപ്പോഴും നല്ലതായിരിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നിഫ്റ്റിയുടെ എന്റെ വ്യൂ ഈ ഒരു ബ്രേക്ക്ഔട്ട് ആയിരുന്നു. ബ്രേക്ക്ഔട്ട് ചെയ്ത് കുഴപ്പമില്ലാതെ പോയിട്ടുണ്ടല്ലേ, സൂപ്പർ ഗുഡ്. വേറെ ഒന്നുമല്ല, ഇന്നത്തെ എന്റെ പ്ലാന് 25,000 മുകളിൽ പോകുകയാണെങ്കിൽ ട്രേഡ് എടുക്കാം. ഇത് തന്നെയായിരുന്നു എന്റെ ഒരു പ്ലാൻ. പക്ഷെ ഞാൻ ട്രേഡ് എടുത്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് ലൈക്ക് അതിനെ എന്റെ വഴിക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും അത് നമ്മൾ തൽക്കാലം വിടുന്നു. സോ നമ്മളുടെ എൻട്രി പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഓൾമോസ്റ്റ് കോർഡിനേറ്റ്സിലേക്ക് വരുന്നു. 25,100, 25,100, 25,100 മുകളിൽ പോവുകയാണെങ്കിൽ ഞാൻ ബുള്ളിഷ് വ്യൂ എടുക്കുകയും, ഇതുപോലെ തന്നെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് 25,250, സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് 25,500 ഞാൻ കീപ്പ് ചെയ്യും. ലെറ്റ്സ് സേ 25,500, ഇതുപോലെ തന്നെ 25,544 വരെ ഞാൻ മാക്സിമം ഞാൻ വെയിറ്റ് ചെയ്യുന്നതാണ്. ഇതാണ് എൻ്റെ നാളത്തെ നിഫ്റ്റിയുടെ വ്യൂ. ഇതിനനുസരിച്ച് നമ്മൾ നോക്കും. എന്ന് വെച്ച് ഞാൻ ഇങ്ങനെ വ്യൂ വെച്ചൊന്ന് വെച്ച് നാളെ ബെയറിഷ് ആണോ നിർബന്ധമുണ്ടോ, നാളെ ബുള്ളിഷ് ആണോ നിർബന്ധമുണ്ടോ? ഇല്ല. ബെയറിഷ് ആകാനും പ്രോബബിലിറ്റി ഉണ്ട്. അപ്പൊ ബെയറിഷ് ആയി എന്ന് വെച്ച് നമ്മൾ നേരെ ചാടി കയറിയിട്ട് ട്രേഡ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ വിട്ടേക്കാണ്. എനിക്ക് നാളെ മാർക്കറ്റ് ഈ ഒരു certain ലെവലിൽ മുകളിൽ വരികയാണെങ്കിൽ ട്രേഡ് ഉള്ളൂ, അല്ലാത്ത പക്ഷം എനിക്ക് ട്രേഡ് ഇല്ല. ഇതാണ് എന്റെ വ്യൂ. സിമ്പിൾ ആസ് ദാറ്റ്.
സിമ്പിൾ ആസ് ദാറ്റ്. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്. നമ്മൾ അനലൈസ് ചെയ്യുന്നു, അതിനനുസരിച്ച് തന്നെ മാർക്കറ്റ് പോകണം ഒരു വ്യൂവും നമുക്ക് ഒരിക്കലും നമുക്കിത് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയില്ല. ഇതൊരു പ്രോബബിലിറ്റിയാണ്. ഇത് ഒരിക്കലും ഒരു റെക്കമെൻഡേഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. എൻ്റെ വ്യൂ ഇതാണ്, ഞാൻ നാളെ ഇങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ദിസ് ഈസ് ഇറ്റ്, റൈറ്റ്? സോ ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റോക്ക് അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പഴയ പോലെ തന്നെ നേരെ താഴെ കമന്റിൽ പോയിട്ട് നിങ്ങൾക്ക് ഏത് സ്റ്റോക്കാണ് അനലൈസ് ചെയ്യേണ്ടത് അത് താഴെ കമന്റ് ചെയ്തേക്കുക. നമ്മളുടെ ടീം നിങ്ങൾക്ക് വേണ്ടി അത് അനലൈസ് ചെയ്തിട്ട് നാളെ രാവിലെ 9 മണിക്ക് മുമ്പായിട്ട് നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ എല്ലാം ഷെയർ ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾ ഇതുവരെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, ഓടിപ്പോവുക, ജോയിൻ ചെയ്യുക. ഫസ്റ്റ് ടൈമാണ് ട്രേഡ് മാർക്സിനെ പറ്റി ഇല്ലെങ്കിൽ എന്നെ പറ്റി നമ്മുടെ ലൈവോ പ്രിയാൻ പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസോ ഒക്കെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം എന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്ക്. നമുക്കൊന്ന് അറിയാൻ വേണ്ടിയാണ്. ഫസ്റ്റ് ടൈം ഒരു പുതിയ ചാനൽ തുടങ്ങി ഫസ്റ്റ് ടൈം ആയിട്ട് തന്നെ നമ്മളെ കാണുന്ന ആൾക്കാരെ ഒന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയാണ്, എത്രത്തോളം ഉണ്ട് എന്ന് അറിയാനായിട്ടാണ്. അപ്പൊ നമ്മള് ബാങ്കിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് ഒരു ഡൗൺ സൈഡിലേക്ക് കാണിച്ചിട്ട് കൺസോളിഡേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇറ്റ്സ് ബെറ്റർ നമുക്ക് ഈ ഒരു സർട്ടൻ ലെവൽ കഴിയട്ടെ. അതായത് 56,400 ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്, എനിക്കതാണ് ഞാൻ കൂടുതൽ കൺസിഡർ ചെയ്യാനായിട്ട് പോകുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു 56,162 റൈറ്റ്, 56,162 മുകളിൽ നമുക്ക് ബുള്ളി സൈഡിലേക്ക് കൺസിഡർ ചെയ്യാം. എനിക്ക് ബേറി സൈഡിലേക്ക് ട്രേഡ് ഇല്ല എന്ന് വെച്ച് നാളെ ബേറി സൈഡിലേക്ക് മാർക്കറ്റ് പോകാൻ പ്രോബബിലിറ്റി ഉണ്ടെങ്കിലും പൊക്കോട്ടെ, ലെറ്റ് ഇറ്റ് ഗോ, ഞാൻ ട്രേഡ് എടുക്കത്തില്ല. ഇത്രയേ ഉള്ളൂ സംഭവം. എനിക്കൊരു വ്യൂ ഉണ്ട്, അവിടെ മാർക്കറ്റ് എത്തിക്കണമെങ്കിൽ ഞാൻ ട്രേഡ് എടുക്കും. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ട്രേഡ് എടുക്കുന്നില്ല, വിട്ടേക്കാണ്. ഇതാണ് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം. പിന്നെയും നിങ്ങൾക്ക് ഇച്ചിരി കൂടെ കൺസർവേറ്റീവിലെ ഒരു അഗ്രസീവ് ട്രേഡർ ആകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആംഗുലർ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കും. 0.5%, 1% ടോപ്പ് മാക്സിമം അത്രയും മാത്രം എടുത്തുകൊണ്ട് ചെയ്യുക. ഇതേ സമയം നമ്മൾ ഫിൻനിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിലോ ഇതുപോലൊക്കെ തന്നെയാണ് പോയിട്ടുള്ളത്. അപ്പൊ ഫിൻനിഫ്റ്റി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ വരച്ച പോലെ തന്നെ ഒരു ആംഗുലർ ലെവൽ നമ്മളിവിടെ മാർക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു ആംഗുലർ ലെവലിന് മുകളിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്നൊരു എൻട്രി എടുക്കുകയും നമുക്ക് ടാർഗറ്റ് ആയിട്ട് 26,842 ഏറ്റവും ബെസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇപ്പൊ ലെറ്റ്സ് സേ നാളെ വലിയൊരു ഗ്യാപ്പ് പോന്നു 26,700 എന്നിട്ട് നേരെ പോകുകയാണെങ്കിൽ ഇവിടുന്ന് നമുക്കൊരു എൻട്രി എടുക്കാം, റൈറ്റ്? പല രീതിയിൽ വരാന്നേ. നമ്മൾ മാർക്കറ്റിനെ പ്രിപ്പയർ ആയിട്ടിരിക്കുമ്പോൾ നാളെ ഇവിടെ ഗ്യാപ്പ് വന്നു, നേരെ ബ്രേക്ക് ചെയ്ത് പോകാം, ഒന്ന് ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ താഴത്തേക്ക് വന്നിട്ട് പോകാം, നേരെ ബ്രേക്ക് ചെയ്തെടുത്താൽ ഇങ്ങനെ പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബ്രേക്ക് ഔട്ട്സ് ഉണ്ട്. ഇതിനെപ്പറ്റിയൊക്കെ ഇൻഡെപ്ത് പലർക്കും അറിയാത്തത് കൊണ്ട് തന്നെയാണ് പലരും ലോസസ് ഉണ്ടാക്കുന്നത്. ഫേക്ക് ബ്രേക്ക് ഔട്ട്, ഫേക്ക് ബ്രേക്ക് ഡൗണിലൊക്കെ പോയിട്ട് ലോസസ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ബുള്ളിഷ് വ്യൂ, റൈറ്റ്, ഈ ഒരു ബുള്ളിഷ് വ്യൂ നമുക്ക് ഇവിടുന്ന് നോക്കാം. ഇല്ലെങ്കിൽ ആംഗുലർ റെസിസ്റ്റൻസി നോക്കുക. ഇൻ പോസിറ്റീവ് കോറിലേഷൻ വിത്ത് നിഫ്റ്റി ബാങ്ക് ആയിരിക്കും ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മിഡ് ക്യാപ്പിലേക്ക് നമ്മൾ വരികയാണ്. ഞാൻ എന്നൊരു വ്യക്തിക്ക് മിഡ് ക്യാപ്പുമായിട്ട് ഒരു ബന്ധവുമില്ലായിരുന്നു കുറെ അധികം നാള്. പക്ഷെ നമ്മുടെ ലൈവില് റീസെന്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നത് ലാസ്റ്റ് ഇയർ തൊട്ടാണ് ഞാൻ മിഡ് ക്യാപ്പിലേക്കൊക്കെ ഒന്ന് ട്രേഡ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത് തന്നെ. എനിവേ 13,000 മുകളിൽ മിഡ് ക്യാപ്പ് വരികയാണെങ്കിൽ നമുക്കൊരു ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യാനും 13,270 വരെ ഒരു പ്രോബബിലിറ്റി ഉണ്ട്. ഒരു മൈനർ റെസിസ്റ്റൻസ് ആയിട്ട് 13,100 ആക്ട് ചെയ്യുന്നതായിരിക്കും. 13,200 വലിയ ഇതില്ല, ബട്ട് അത് കയറി പോകുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. 100 കഴിഞ്ഞാൽ പിന്നെ 250 ആശാൻ ഒരു സ്റ്റോപ്പ് ആയിട്ടുള്ളത്. നമുക്ക് നോക്കാം. നമുക്ക് ഈ ഒരു സർട്ടൻ ലെവലിലേക്ക് നമുക്ക് നോക്കാവുന്നതും കൂടെ ആയിരിക്കും. ഫൈൻ, ഗുഡ്. അപ്പൊ നമ്മളുടെ ഇത് പഠിച്ചു കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസ്, നിങ്ങൾ ഇതുവരെ നമ്മുടെ ആ ഒരു TMA ഫാമിലിയിലേക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ബി ദയർ, ടീമിനെ അപ്രോച്ച് ചെയ്യുക. നിങ്ങൾക്ക് ആ ഒരു TMA ഫാമിലിയിലെ എലൈറ്റ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ചെയ്തു തരുന്നതായിരിക്കും. കാരണം നമുക്കറിയാം, ഒരു 2 മാസം 3 മാസം നിങ്ങൾ കോഴ്സ് പഠിച്ചുകൊണ്ട് ഒരു ട്രേഡർ ആകാനായിട്ട് പോകുന്നില്ല. ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകണമെന്നുണ്ടെങ്കിൽ മിനിമം 3 to 5 years വേണം. അപ്പൊ നമ്മൾ അതിനുവേണ്ടി ടൈം നമ്മൾ കൊടുക്കുക, റൈറ്റ്? ആ ഒരു ടൈമിൽ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ടും ചെയ്തു തരുന്നതായിരിക്കും. ആൻഡ് ഹിയർ കംസ് അവർ ബ്യൂട്ടിഫുൾ സെൻസെക്സിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു സെർട്ടൻ ലെവൽ 81,977, ലെറ്റ്സ് സേ 82,000 മുകളിൽ വരികയാണെങ്കിൽ നമുക്കൊരു ട്രേഡ് എടുക്കാം. അതും 82,781 വരെ നല്ലൊരു ലോങ് ടാർഗറ്റ് ഉണ്ട്. ഇതിന്റെ ഇടയ്ക്കും നമുക്ക് ഒരു ടാർഗറ്റ് ആയിട്ട് ഈ ലെവലും കൂടെ എടുക്കാം. ഫൈൻ, 82,300 ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് എടുക്കാം. സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് 82,700 നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്, റൈറ്റ്? 82,700 നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മളുടെ ഇന്നത്തെ ചോദ്യം ഇതാണ്,
സെൻസെക്സിന്റെ ലോട്ട് സൈസ് എത്രയാണ്? സെൻസെക്സ് എന്ന് പറയുന്ന ഇൻഡെക്സിന്റെ ലോട്ട് സൈസ് എത്രയാണ്? ഇതിന് ശരിയായ ഉത്തരം നൽകുന്ന ഒരാൾക്ക് 500 രൂപ നാളെ രാവിലെ അല്ലെങ്കിൽ നാളെ വൈകുന്നേരം 9 മണിക്ക് ഉള്ളിൽ ലഭിക്കുന്നതായിരിക്കും. സോ കമന്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഏറ്റവും ബെസ്റ്റ് കറക്റ്റ് ആൻസർ പറയുന്ന ഒരാൾക്ക് നമ്മൾ അതിനെ കമന്റ് പിക്കർ വെച്ച് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. സോ ബി ദെയർ ഓൺ ടൈം. അപ്പൊ നമ്മൾ ഇനി മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്ക് പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ ലൈവ് ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അതും ഈ ചാനലിൽ തന്നെ ആയിരിക്കും. പറഞ്ഞ പോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതിനോടൊപ്പം തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലായിരിക്കും നമ്മൾ പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റും ലൈവും വരാനായിട്ട് പോകുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. സീ യു ദേർ in next video next day.